ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഇതാ അതിൻ്റെ 4ാമത്തെ റൂളാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഒരു ഭാഗം നമ്മൾ കണ്ടു, അതായത് ഭൂമിശാസ്ത്രപരമായ സംഗതികൾ നമ്മൾ പറയുമല്ലോ, പർവ്വതനിരകൾ മുതലായവയുടെ കൂടെയൊക്കെ ഇതാ ചേർക്കണം. അതുപോലെ തന്നെ ഒരു കാര്യമുണ്ട്, ഇത് നമ്മളെ കൺട്രീസ്, രാജ്യങ്ങൾ, സ്റ്റേറ്റ്സ്, സംസ്ഥാനങ്ങളിലൊക്കെ പേരിൽ, സിറ്റീസ്, വലിയ നഗരങ്ങൾ, ടൗൺസ്, പട്ടണങ്ങൾ, ഇവയുടെ കൂടെ ഇതാ ചേർക്കരുത്. കൺട്രീസ്, സ്റ്റേറ്റ്സ്, സിറ്റീസ്, ടൗൺസ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ദ മുംബൈ എന്ന് പറയരുത്, മുംബൈ. ദ കൽക്കട്ട എന്ന് പറയരുത്, ദ ചെന്നൈ എന്ന് പറയരുത്, ദ ട്രിവാൻഡ്രം എന്ന് പറയരുത്. മനസ്സിലായി? അതായത് ദ കേരള എന്ന് പറയരുത്, ദ ഏഷ്യ എന്ന് പറയരുത്, ദ യൂറോപ്പ് എന്ന് പറയരുത്. ഇതാണ് ഒന്നാമത്. പക്ഷേ ഈ നമ്മളീ പറയുന്ന രാജ്യങ്ങളുടെയൊക്കെ പേരുണ്ടല്ലോ, അത് പ്ലൂറലാണെങ്കിൽ, അത് ബഹുവചനം, ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ആണല്ലോ, പല സ്റ്റേറ്റുകൾ ചെയ്യുന്നതാണ്. അപ്പോൾ അവിടെ ഇതാ ചേർക്കണം. ദ USSR എന്നാണ് പറയുന്നത്, ചുമ്മാ USSR എന്ന് പറയുന്നത്. കാരണം നമുക്കറിയാമല്ലോ അതിൻ്റെ കാരണം എന്താണ്, അതൊരു ഗ്രൂപ്പാണ്. അതുപോലെ തന്നെ നമ്മൾ പറയല്ലേ, നമ്മൾ ഫിലിപ്പൈൻസ്, ദ ഫിലിപ്പൈൻസ് എന്നാണ് പറയുന്നത്. രാജ്യത്തിൻ്റെ പേരാണ്, പക്ഷേ ദ ഫിലിപ്പൈൻസ് എന്ന് പറയും. കാരണം എന്താ, അതൊരു ഗ്രൂപ്പാണ്, ഡിസ്ക്രിപ്ഷൻ. ദ നെതർലാൻഡ്സ് അങ്ങനെ പറയുന്നത്. പക്ഷെ സാധാരണയായിട്ട് വേണ്ട, പക്ഷെ ഇങ്ങനെയുള്ള ചില സന്ദർഭങ്ങളിൽ വേണം. അതാണ് നമ്മളിപ്പോൾ അത് ബേസ് ചെയ്തുള്ള എക്സസൈസാണിത്. നമുക്കത് ചെയ്ത് നോക്കാം. ഓക്കെ, ഇന്ത്യ ഈസ് സൗത്ത് ഓഫ് ചൈന, രണ്ടും വേണ്ട. കാരണം എന്താ, അത് രാജ്യത്തിൻ്റെ പേരാണ്. ഷീ ഈസ് ട്രാവലിംഗ് ടു ഫ്രാൻസ്, ദ ഫ്രാൻസ് അല്ല, ഫ്രാൻസ്. ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, അവിടെ ദ വേണം, കാരണം ഡിസ്ക്രിപ്റ്റീവാണ്. മൈ കസിൻ ലിവ്സ് ഇൻ മുംബൈ, വേണ്ട. ദ നെതർലാൻഡ്സ് ഈസ് നോൺ ഫോർ വിൻമിൽസ് എന്നാണ്. ദ നെതർലാൻഡ്സ്. യുണൈറ്റഡ് കിങ്ഡം, അതൊരു നമ്പറില്ല, ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതുകൊണ്ട് ദ യുണൈറ്റഡ് കിങ്ഡം. ദ യുണൈറ്റഡ് കിങ്ഡം ഈസ് ക്ലോസ് ടു അയർലൻഡ്, ഇവിടെ വേണ്ട, കാരണം അത് ഒറ്റപ്പെട്ട രാജ്യമാണ്, ഒറ്റ രാജ്യം. കേരള ഈസ് ഫേമസ് ഫോർ ഇറ്റ്സ് ബാക്ക്വേർഡ് ഡിഷ്, വേണ്ട. ഫിലിപ്പൈൻസ് ഹാസ് മോർ ദാൻ 700 ഐലൻഡ്സ്, അതിന് വേണം ദ ഫിലിപ്പൈൻസ്. ദ ഫിലിപ്പൈൻസ് രാജ്യം, കാരണം പ്ലൂറൽ വന്നില്ല. ദ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, അത് വേണം, ദ വേണം, കാരണം പ്ലൂറൽ ഉള്ളതുകൊണ്ട്. പ്ലൂറൽ അല്ലേ, ഗ്രൂപ്പല്ലേ. ഐ വാണ്ട് ടു വിസിറ്റ് ജപ്പാൻ, ദ വേണ്ട. ഹീ ഈസ് നൗ ഇൻ കൽക്കട്ട, വേണ്ട. അതുപോലെ ശ്രീലങ്ക ഈസ് ആൻ ഐലൻഡ് കൺട്രി, വേണ്ട, കാരണം എന്താ, ഒറ്റയാണ്, പ്ലൂറൽ അല്ല. മനസ്സിലായി? അപ്പം അത് ബേസാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. അപ്പം ആ റൂൾ 4 നമ്മൾ കംപ്ലീറ്റ് കവർ ചെയ്തു. പിന്നെ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പം ഇതിന് മുമ്പത്തെ എക്സസൈസ് ഞാൻ പറഞ്ഞില്ലേ, ദ ഹിമാലയാസ്, പക്ഷേ എവറസ്റ്റ്. ദ എവറസ്റ്റ് ഇല്ല, കാരണം അത് ഒറ്റയാണ്, പ്ലൂറലായിരിക്കും, റേഞ്ചസ് എന്ന് പറയുന്നത്. ദ വെസ്റ്റേൺ ഗാട്സ്, കാരണം അവിടെ പ്ലൂറലാണ്. അതുപോലെ തന്നെ ടൗൺസ്, സിറ്റീസ്, സ്റ്റേറ്റ്സ്, കൺട്രീസ്, രാജ്യങ്ങളിലൊക്കെ. ദ ഓസ്ട്രേലിയ എന്ന് പറയുന്നത്, പക്ഷേ ദ നെതർലാൻഡ്സ് എന്ന് പറയാം. ദ ശ്രീലങ്ക എന്ന് പറയുന്നത്, പക്ഷേ ദ ഫിലിപ്പൈൻസ് എന്ന് പറയാം. ദ കരീബിയൻ ഐലൻഡ്സ്, ദ കരീബിയൻ ഐലൻഡ്സ്, കാരണം പ്ലൂറലാണ്, ഡിസ്ക്രിപ്റ്റീവാണ്. ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ദ USSR, ദ യുണൈറ്റഡ് കിങ്ഡം. പക്ഷെ അയർലൻഡിന് വേണ്ട, കാരണം അത് ഒറ്റയാണ്. മനസ്സിലായോ? ക്ലിയർ ആയല്ലോ? പിന്നെ നമ്മൾ അടുത്ത ദിവസം നമ്മൾ 5ാമത്തെ റൂളിലേക്ക് പ്രവേശിക്കും. ദായുടെ ഉപയോഗം നമ്മൾ പഠിക്കുക എന്ന് പറഞ്ഞാൽ മാസ്റ്റർ ചെയ്യേണ്ട ഒരു അത്യാവശ്യ കാര്യമാണ്, നമ്മൾ ചെയ്തിരിക്കണം. അതിന് നമുക്ക് ഞാൻ അതിന് വേണ്ട ഒത്താശ ചെയ്യുന്നതാണ്
ഇങ്ങനെ എക്സർസൈസ് ചെയ്തും റൂൾ എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തു. ഓക്കെ സോ ബൈ.